ശ്രീ പ്രശാന്ത്, ഈ ഇന്ത്യക്കെതിരെ പലതരത്തിലുള്ള നീക്കങ്ങളും പലരും നടത്തുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഇന്ത്യ ലോകരാജ്യങ്ങളുടെ ഇടയിൽ നിർണായകമായ ഒരു സ്ഥാനം നിലനിർത്തുന്നുണ്ട്. അത് വലിയൊരു കുതിപ്പിലൂടെയാണ് പോകുന്നത്. 2047 എത്തുമ്പോഴേക്ക് തന്നെ ലോകത്തിൻ്റെ അങ്ങേ അറ്റത്ത് എത്തുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറും. ഈ ചില ഛിദ്രശക്തികൾ ഇന്ത്യക്കകത്ത് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അവരെയൊക്കെ തന്നെ അതിൻ്റേതായ രീതിയിലാണ് ഇന്ത്യ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യയെ നേരിടാനായിട്ടും പല ശക്തികൾ തയ്യാറെടുക്കുമ്പോൾ ഇന്ത്യ നേരിടുന്ന അതിനോടുള്ള ഒരു സമീപനം വ്യത്യസ്തമല്ലേ? ഇതിനകത്ത് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞത്, നമ്മൾ ഇന്ത്യയുടെ നീക്കം അതിശയത്തോടു കൂടി കാണേണ്ടതായിട്ടിരിക്കുന്നു. നമ്മൾ ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ സോഫ്റ്റ് ഓപ്പറേഷൻ എന്ന്, നമ്മുടെ ഹാർഡ് ഹിറ്റ് ഓപ്പറേഷൻ, ഇന്ത്യയുടെ സോഫ്റ്റ് ഹിറ്റ് ഓപ്പറേഷൻ. സോഫ്റ്റ് ഹിറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ യുദ്ധമില്ല, ആയുധമില്ല. പക്ഷേ ഇന്ത്യക്കെതിരെ വന്നാൽ ആര് വരുന്നോ അയാൾ അധികം കാലമല്ലാതെ ആ രാജ്യത്തിനകത്ത് തന്നെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ വരുന്ന ഭരണാധികാരികളുടെ നേതൃത്വത്തിൽ നീക്കത്തിൽ ആ നീക്കത്തിന് പുറകിൽ പിന്നെ അവരില്ലാത്തൊരവസ്ഥ വരിക. ഇപ്പം തന്നെ ഏറ്റവും അവസാനം ട്രൂഡോയുടെ വിഷയം ഉദാഹരണമായിട്ട് കാണിക്കുന്ന ട്രൂഡോയുടെ വിഷയം. ട്രൂഡോ ഇന്ത്യക്കെതിരെ നീങ്ങുന്ന അന്ന് തൊട്ട് ട്രൂഡോ ലോകത്തിലെ ഏറ്റവും വലിയ അപകാശിനായി, ട്രൂഡോ ലോകത്തെ ഏറ്റവും മോശപ്പെട്ട ഭരണാധികാരിയായി. ഈ ട്രൂഡോ തന്നെയാണ് 10 കൊല്ലത്തിന് മുമ്പ് ഇത്രയും നല്ല ഭരണാധികാരി ഉണ്ടോ, ഇത്രയും ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു ഭരണാധികാരി കാനഡയ്ക്ക് വരുമ്പോൾ കാനഡ എവിടെ ചെല്ലും? കാനഡയെ പോലുള്ള ഒരു രാജ്യത്തിനല്ലേ ഇത്ര ഒരു 40 വയസ്സിനകത്തുള്ള ഒരു ചെറുപ്പക്കാരനെ, വിദ്യാഭ്യാസമുള്ളവനെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രസന്നവതനായിട്ടുള്ള ഒരാളിനെ പ്രധാനമന്ത്രിയാക്കാൻ കഴിയുമെന്ന് പറഞ്ഞ ആ ട്രൂഡോയായി 9 കൊല്ലം 10ാമത്തെ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് വെളിയിൽ പോകുന്നു. അതിൻ്റെ പിറകിലെന്ന് പറയുമ്പോൾ ഇന്ത്യക്കെതിരെ വന്നതിന് ശേഷം ട്രൂഡോ ക്ലീൻ ബോൾഡാണ്. അപ്പോൾ ഇന്ത്യ ഒന്നും ചെയ്തില്ല. ഇന്ത്യ അതിന് പ്രതിഷേധം രേഖപ്പെടുത്തിയതേ ഉള്ളൂ. ഇന്ത്യ അതിന് ഈ പറയുന്ന പോലെ നമ്മുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞു ചില കുഴപ്പങ്ങൾ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ, ട്രൂഡോയുടെ നീക്കങ്ങൾ ശരിയല്ല. വിദേശത്തുടനീളമുള്ള ചർച്ചകളെല്ലാം വിദേശകാര്യമന്ത്രി വലിയ പങ്കുവച്ചിട്ട് പറഞ്ഞു, ട്രൂഡോ അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ, ട്രൂഡോയ്ക്ക് അവിടുത്തെ പ്രതിപക്ഷം പറയുന്നത് ശരി, അവിടുത്തെ ജനം പറയുന്നത് ശരി, അവയുടെ ആഭ്യന്തര വിഷയം ഉണ്ടാകുന്നതിന് കാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഇപ്പോഴത്തെ അവിടുത്തെ ഖാലിസ്ഥാൻവാദികളാണ്. ആ ഖാലിസ്ഥാൻവാദികൾ കണ്ടമാനം ഇന്ത്യയിൽ ക്രിമിനൽസ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ മെമ്പർഷിപ്പ് കൊടുക്കുന്നു, അവരെ അവിടെ നിർത്തുന്നു, അവരിവിടെ ഇത് നാളെ കാലത്തെ നടത്തും എന്ന് പറഞ്ഞ് നെറേറ്റീവ്സ് ഉണ്ടാക്കുന്നതിനകത്ത് ഇന്ത്യ പല ഘട്ടങ്ങളിൽ വിജയിച്ചു പോകുന്ന ഒരു രീതി. അതായത് നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പം ലോകത്ത് ഒരു കാര്യം പ്രചരിപ്പിച്ചാൽ അതിന് വലിയ ശക്തി ഉണ്ടാകുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ ഇപ്പം ചൈനയുടെ കാര്യം പറഞ്ഞാൽ ചൈനയ്ക്ക് സ്വന്തമായിട്ട് ഈ നെറ്റ്വർക്കുണ്ട്, അല്ലെങ്കിൽ ആ രാജ്യത്തിനകത്തുള്ള കാര്യം ആ രാജ്യത്തിനകത്ത്, വെളിയിലുള്ള കാര്യത്തിൽ നമുക്ക് റഷ്യക്കുമുണ്ട്. പക്ഷേ നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൂഗിൾ ഉപയോഗിക്കുന്നുണ്ട്, മൈക്രോസോഫ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്, ഈ പറയുന്ന ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ട്, ഈ യൂട്യൂബ് ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം അമേരിക്കയുടെ ഇതിനകത്ത് നമുക്ക് ചില കുഴപ്പങ്ങൾ അല്ലെങ്കിൽ പാളിച്ചകൾ വരുമ്പം ഇത് ലോകത്ത് മുക്കാലുമുള്ള രാജ്യങ്ങളിൽ ഈ സാധനമുണ്ട്. ഇതിൻ്റെ മൊത്തവും ബഹുഭൂരിപക്ഷം ഭാഗങ്ങളും കൈകാര്യം ചെയ്യുന്നതും അത് കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതിനകത്തും ഇന്ത്യക്ക് വലിയൊരു പങ്കുണ്ട്. ഇത് ഓപ്പറേറ്റ് ചെയ്താൽ ഫേസ്ബുക്കിലൊരു സാധനം വന്നാൽ ലോകം മൊത്തം പോകുന്ന ഒരവസ്ഥയുണ്ടോ? യൂട്യൂബ് വന്നാൽ പോവോ? അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതിനകത്ത് പോവും. ഇതിനകത്ത് നമ്മൾ കൈകാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു നെറേറ്റീവ് ഇട്ട് കൊടുത്താൽ ആ നെറേറ്റീവ് ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്നതിന്, അതായത് ഡീപ് സ്റ്റേറ്റ് ഒരു രാജ്യത്തിനകത്ത് നടത്തുന്ന വർക്ക്, അല്ലെങ്കിൽ ഒരു രാജ്യത്തിനകത്ത് ഒരു ഓപ്പറേഷൻ നടത്തണമെങ്കിൽ ആ ഒരു മുദ്രാവാക്യം ആ രാജ്യത്ത് കൊണ്ടിട്ട് കൊടുത്ത് ആ രാജ്യത്ത് തന്നെ പ്രചരണം നടത്തി ആ മുദ്രാവാക്യത്തിന് പ്രസക്തി ഉണ്ടെന്ന് വരുത്തി ആ മുദ്രാവാക്യം ഉപയോഗിച്ച് രാജ്യത്തെ ഡീസ്റ്റെബിലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുന്ന. പക്ഷേ ഏറ്റവും അവസാനം ബംഗ്ലാദേശ് സംഭവിച്ച ഇത് ഇന്ത്യയിൽ പലവട്ടം നോക്കിയില്ലേ, നടന്നില്ലല്ലോ. പക്ഷേ ഇത് നമ്മൾ അമേരിക്ക നടത്തുന്നതിനെക്കാട്ടി വളരെ കൃത്യമായിട്ട് ഇപ്പോൾ ലോകത്ത് പലത്തും നടത്തുന്നതായിട്ട് ഈ പറയുന്ന മൊസാദ് റിപ്പോർട്ട് ചെയ്തിട്ട് ആ നെതന്യാഹുവിനെ ബോധ്യപ്പെടുത്തുന്നു. അതായത് ഇന്ത്യയോട് കളിച്ചാൽ നമ്മൾ ആയുധം വെച്ച് മെനക്കെടുമ്പോൾ ഇന്ത്യ ഈ പറയുന്ന രീതികൾ ഉപയോഗിച്ച് ഇന്ത്യക്കെതിരെ നിൽക്കുന്ന രാജ്യങ്ങളെ പോലും ഇല്ലായ്മ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അമേരിക്ക കഴിഞ്ഞാൽ ലോകത്ത് സമസ്ത മേഖലകളിലും കൃത്യമായ ആധിപത്യമുള്ള രാജ്യമായിട്ട് ഇന്ന് ലോകത്ത് ഇന്ത്യ മാറുന്നു.
ഈ ട്രൂഡോയുടെ കാര്യം പറഞ്ഞാൽ ട്രൂഡോയെ അങ്ങനെ കൈകാര്യം ചെയ്ത് വിട്ടില്ലെങ്കിൽ ഇന്ത്യക്ക് വലിയ കുഴപ്പമായിരുന്നു സാറേ. ട്രൂഡോ കാനഡ ഭാഗമാണ്. ട്രൂഡോയെ ഓപ്പറേറ്റ് ചെയ്തത് ബൈഡനാണ്. ബൈഡൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഈ പറയുന്ന ട്രംപിൻ്റെ ലക്ഷ്യമല്ല. അമേരിക്കയ്ക്ക് നാളെ കാലത്തെ അമേരിക്കയ്ക്ക് അപ്പുറം പോകുന്ന ഒരു രാജ്യം, 50 കൊല്ലത്തിനപ്പുറം പോകുന്ന ഒരു രാജ്യത്തെ അമേരിക്കയ്ക്ക് താങ്ങാൻ പറ്റത്തില്ല. അപ്പം ഇവിടുത്തെ എക്കണോമിക് ഗ്രോത്ത് വളർന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഘട്ടത്തിലും ഈ രാജ്യത്തോട് ഇടപെടാൻ പറ്റുന്നില്ല. മറ്റ് പല ഘട്ടങ്ങളിൽ ഇവിടുത്തെ ഭരണാധികാരികളോട് അമേരിക്കയ്ക്ക് ഇടപെടാൻ പറ്റും. അമേരിക്ക പറയുന്ന ലൈനിൽ പോകും, അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പറ്റും. ഇവിടുത്തെ ഈ ഒരു ഭരണാധികാരികളോട് ഒക്കെ എല്ലാവരോടും സ്നേഹമോ സന്തോഷമോ കയ്യോ കൊടുക്കും, കെട്ടിപ്പിടിക്കും, ഉമ്മ കൊടുക്കും. ഇന്ത്യയുടെ ഭാഗം വരുമ്പം അദ്ദേഹം വേറെ വ്യത്യാസം. അതുകൊണ്ടാണ് ഒരു പ്രാവശ്യം ഇലക്ഷൻ സമയത്ത് ട്രംപ് പറഞ്ഞ്, ഞാനൊരു നരേന്ദ്രമോദിയെ കണ്ടു വരണ്ടു പോയി. ഭയങ്കര വാർത്തയില്ലായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ ഒരു വിഷയം വന്നപ്പോൾ ഞാൻ അതിൻ്റെ ഭാഗമായിട്ടൊന്ന് സംസാരിക്കുന്ന വേണ്ട, എൻ്റെ കാര്യത്തിൻ്റെ കാര്യം ഞാൻ തീരുമാനിച്ചോളാം, ഞാൻ പോലും വരണ്ടു പോയി. അത്രയ്ക്ക് രൗദ്രഭാവമുള്ള ഇന്ത്യ എന്ന് പറയുമ്പോൾ ചാടി എണീക്കുന്ന ആ ഭാഗം വരുമ്പോൾ എല്ലാം മറക്കുന്ന ആ രാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അങ്ങനത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് പോലെ ആർക്കും ഇടപെടാൻ പറ്റുന്നില്ല. ഇന്ത്യയുടെ ഭാഗം വരുമ്പോൾ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ, ഇന്ത്യയുടെ താല്പര്യം മാത്രം സംരക്ഷിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം ഇവിടെ തകർക്കുന്നതിന് വേണ്ടി പലഘട്ടം ശ്രമിക്കുന്നു, CA സമരത്തിൽ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ പല സമരങ്ങളിനകത്തും ഒന്നും നടക്കാതെ വരുന്നു. അതേ രീതിയിൽ നമ്മുടെ ഭരണാധികാരികൾ എല്ലാ രീതിയിലും ഇടപെടുന്നു. അപ്പം ഈ ലോകത്തുടനീളമുള്ള എക്കണോമിക്കൽ ഗ്രോത്ത് വളർത്താൻ ലോകത്തിലുള്ള ബന്ധങ്ങൾ വഷളാക്കിയാൽ മതിയല്ലോ. അതിന് ഏറ്റവും വലിയ ഒരു രാജ്യമാണല്ലോ സാമ്പത്തികമായിട്ടും അല്ലെ അമേരിക്കയുടെ ഭാഗമായിട്ട് നിൽക്കുന്നത്. G7 ഉച്ചകോടി രാജ്യങ്ങളുടെ ഭാഗമായിട്ട് നിൽക്കുന്നവർ, 5 Eyes എന്ന് പറയുന്ന രാജ്യങ്ങളുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരും സമ്പത്തുള്ള രാജ്യം, അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഭരണാധികാരിയെ കൊണ്ട് ആയിരത്തി പറയിച്ചു, ഞങ്ങളുടെ രാജ്യത്ത് കടന്നു കയറി ഞങ്ങളുടെ പൗരന്മാരെ കൊന്നു, അതാര് ഇന്ത്യയാണ്. ഒരു തെളിവില്ല, അങ്ങ് പറയുക ഇത് ഏറ്റെടുക്കുന്നു അമേരിക്ക, അത് ശരിയല്ലല്ലോ അങ്ങനെ പറയുന്നത് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ അവിടുത്തെ പന്നൂനെ കൊണ്ട് പറയിക്കുന്നു. നമ്മുടെ രാജ്യത്തെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള ജയശങ്കറിനെതിരെ അവിടുത്തെ ഒരു മുനിസിപ്പൽ കോടതിയിൽ നിന്ന് കേസ് കൊടുക്കുന്നു, സമൻസ് അയക്കുന്നു. അപ്പോൾ ഇത് ലോകത്തെ ചർച്ചയാകുന്നു. G7 ഭാഗമായിട്ട് നിൽക്കുന്ന ഈ രാജ്യങ്ങൾക്കകത്ത് ജപ്പാൻ അല്ലെ ആസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ട് നയതന്ത്ര ബന്ധത്തിനകത്ത് ഉലച്ചിൽ വരുന്നു. അതായത് ട്രൂഡോ ഇത് പറയുമ്പോൾ നമ്മുടെ ശക്തി അനുസരിച്ച്, നമ്മുടെ ലോകക്രമം അനുസരിച്ച്, നമ്മളിപ്പോൾ ലോകം അംഗീകരിക്കുന്നതനുസരിച്ച് ശരിയാണെന്ന് പറയാനൊക്കെ നമ്മൾ അതേ അർത്ഥത്തിൽ പറഞ്ഞു തെളിവ് കൊണ്ടുപോവാം. എന്നിട്ട് പറഞ്ഞ് ഇനി അഹങ്കാരം പറയരുത്, ഇത് മാന്യമായിട്ടുള്ളൊരു രാജ്യമാണ്, അതിനനുസരിച്ച് നിയമ നടപടികൾ എടുക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ ഈ പറയുന്ന നയതന്ത്ര ബന്ധത്തിനകത്ത് എന്തൊക്കെ നിയമ നടപടികളിൽ കൂടെ അതെല്ലാം നടത്തി അവിടുത്തെ നയതന്ത്ര പ്രതിയെ വിളിച്ചു വരുത്തി പ്രതിഷേധം രേഖപ്പെടുത്തി നമ്മൾ പിൻവലിക്കേണ്ടവരെ പിൻവലിച്ചു. എന്നിട്ട് അവിടെ ഒരു വർക്കങ്ങ് നടത്തി. ട്രൂഡോ എന്ത് ചെയ്യും? സാറേ ഇതിനെതിരെ വന്നതിന് ശേഷം ട്രൂഡോയുടെ അവസ്ഥ എന്ത്? ട്രൂഡോ എയറിലായിരുന്നു. ട്രൂഡോ ലോകം മൊത്തം ട്രൂഡോ കൊള്ളൂലാത്തവനായിട്ട് ചിത്രീകരിക്കപ്പെട്ടു. അവിടുത്തെ അകത്ത് ആൾക്കാർ ചിത്രീകരിച്ചു. അല്ല, കാനഡയിൽ തന്നെ അദ്ദേഹത്തെ വേണ്ടത്. കാനഡയ്ക്കകത്ത് കാനഡക്കാർ, ആ രാജ്യത്തിൻ്റെ ഭാഗമായിട്ടിരിക്കുന്നവർ പറഞ്ഞു, ഇവിടെ കടന്നുകയറ്റക്കാരെയും കുടിയേറ്റക്കാരെയും അനാവശ്യമായിട്ട് കയറ്റി ഞങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിയിലേക്കും, ഞങ്ങളുടെ എക്കണോമിക്കെ ബാധിക്കുന്ന രീതിയിൽ, ഞങ്ങളുടെ തൊഴിലിനെ ബാധിക്കുന്ന രീതിയിലും, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് വിദേശത്ത് പോയി ജോലി ചെയ്ത് ജീവിക്കേണ്ട ഒരവസ്ഥ, അല്ലെങ്കിൽ ആ രീതിയിലെ കാര്യങ്ങൾ നീക്കിയ പ്രധാനമന്ത്രിയാണ് ഇദ്ദേഹം. നാളെ കാലത്തെ ഞങ്ങളോട് ഇറങ്ങിപ്പോകാൻ നിൽക്കുന്ന തീവ്ര സ്വഭാവമുള്ള ഖാലിസ്ഥാൻവാദികൾ ഇവിടെ ഉണ്ടാകുന്നു. അതിന് പലവട്ടം സമരങ്ങൾ അവിടെ നടക്കുന്നു, അവിടെ അക്രമങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ അവിടെ ഭീകരവാദികൾ അഴിഞ്ഞാടുന്നു. ഇതിനെല്ലാം കാരണക്കാരനായിട്ട് ട്രൂഡോ വരുന്നു. ആ രാജ്യത്തുള്ള പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങൾ ആ രാജ്യത്തെ ജനം മൊത്തം ഏറ്റെടുക്കുന്നു. ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. ട്രൂഡോയുടെ പോയി. ഇതിനു മുമ്പ് മാലദ്വീപിലെ തെരഞ്ഞെടുപ്പിന് അവിടെ ഒക്ടോബറിലേ വരുന്നുള്ളൂ. രാജിവെച്ചെങ്കിലും തെരഞ്ഞെടുപ്പ് ഉടനെ നടത്താനായിട്ട് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നു. ഇല്ല, വേണ്ട, ഇത് കൂടുതൽ വഷളാക്കാൻ അവർ നോക്കുന്നത്. പ്രതിപക്ഷത്തിന് അറിയാം ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ വേറെ ഇദ്ദേഹത്തെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ട് നിന്ന് MP മാർ പറഞ്ഞു, ഇനി ഇന്ത്യക്കെതിരെ പറഞ്ഞാൽ ഞങ്ങൾ ഈ പുള്ളിയുടെ കൂടില്ല, ഞങ്ങൾക്ക് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ദീർഘകാലത്തെ ബന്ധമുള്ള ആ വലിയ രാജ്യത്തിനെതിരെ മത്സരിച്ചും അല്ലെങ്കിൽ ബന്ധം വഷളാക്കിയൊന്നും പോകാൻ നമുക്ക് താല്പര്യമില്ല. ഇയാളെ മാറ്റിയ കാര്യം നടക്കും. എന്തോ അദ്ദേഹത്തെ മാറ്റിയ കാര്യമുള്ളെന്ന്, അല്ല ഞങ്ങൾ കൂടില്ലെന്ന് ഒരു പാർട്ടിയെ ശിഥിലപ്പെടുത്തി. ഇതിനു മുമ്പ് മാലിയുടെ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? മാലിയുടെ കാര്യങ്ങൾ എങ്ങനെ അവിടെ വലിയ വിഷയമായിരുന്നല്ലോ. പുള്ളി ഒരു വെല്ലിടുന്നു, വെല്ലിൻ്റെ പുറത്ത് ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ നടത്തുന്നു, അധികാരത്തിൽ വരുന്നു, അതിനുശേഷം ചൈനയെ കാണുന്നു, അവിടുത്തെ പട്ടാളക്കാരെ പിൻവലിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ബന്ധമൊന്നും വേണ്ടെന്ന് തീരുമാനിക്കുന്നു. എവിടെ പോയി? ഒരു കസേരെ ഒരു മണിക്കൂറത്തെ മെനക്കേട് കൊണ്ടായ രാജ്യമില്ലായ്മയോ? അല്ലെങ്കിൽ ആ രാജ്യത്തിനകത്ത് പ്രതിപക്ഷം ഇയാളെ വേണ്ടാന്ന് തീരുമാനിച്ചോ? രാജ്യത്തിനകത്ത് ആൾക്കാർ തീരുമാനിച്ചോ ഞങ്ങൾക്ക് ഇന്ത്യയുമായിട്ട് ബന്ധമില്ലാതെ ഞങ്ങൾക്ക് ഒരു രീതിയിലും ജീവിക്കാൻ പറ്റത്തില്ലെന്ന് ചോദിച്ചോ? അത് ബാക്കിയുള്ള ഈ ഇന്ത്യക്ക് അഗൻസ്റ്റ് നിന്ന രാജ്യങ്ങളുടെ എല്ലാ അവസ്ഥ ഇന്ത്യയോട് നമ്മൾ യുദ്ധത്തിന് വല്ലതും പോയോ സാറേ? വല്ലതും പോയോ? ഇന്ത്യക്കെതിരെ പറഞ്ഞാൽ
അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ലോകത്ത് മൊത്തവും ആളുണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. അത് കൈകാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ അതിന് വാർത്താവിനിമയ സംവിധാനം, യൂട്യൂബ്, ഫേസ്ബുക്ക്, അതേ രീതിയിൽ കൈകാര്യം ചെയ്യാൻ ആളുകളായി. മാത്രമല്ല, ഇന്ത്യക്കാരെ ലോകത്തിൻ്റെ ഭാഗമായിക്കൊണ്ടിരിക്കുക. ഓരോ രാജ്യത്തും ഇന്ത്യൻ വംശജർ രാജ്യത്തിൻ്റെ ഭാഗമാകുന്നു. അമേരിക്കയിൽ ഇപ്പം തന്നെ അമേരിക്കയിലെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന രീതിയിലേക്ക് ഇന്ത്യൻ വംശജരും ഇന്ത്യക്കാരും മാറുന്ന ഒരു രീതിയാണ്. അതാ ട്രംപിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിനകത്ത് ട്രംപിന് ഇത്രയും വിജയം വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് നിന്ന് കൊടുത്തപ്പോഴത്തേന് ട്രംപിൻ്റെ പോക്കം കൊണ്ടാണ് പോയത്. വിജയം കണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന രീതിയിലേക്ക് നിന്നില്ലെങ്കിൽ ഓരോ രാജ്യത്തിനും നിലനിൽപ്പില്ലാത്ത രീതിയിലേക്ക് ലോകക്രമം മാറുക. അത് അതിശയിപ്പ്. അതാ മൊസാദ് പറഞ്ഞത്, ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ അല്ല, ഈ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ നമ്മളെ അതിശയിപ്പിക്കുന്നതാണ്. നമ്മളത് ഫോളോ അപ്പ് ചെയ്യണം. കാരണം ഇന്ത്യയെ തകർക്കാൻ ഇറങ്ങിയാൽ ആ തകർക്കാൻ ഇറങ്ങുന്നത് ആരായാലും അവൻ ഇല്ലായ്മയാകുന്ന രീതിയിലേക്ക് ഉള്ള ഒരു നെറേറ്റീവ്സും അല്ലെങ്കിൽ ഒരു വളഞ്ഞു വെക്കലും ഉള്ള അതിന് അയാളെ നശിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് ഉള്ള ഒരു സംവിധാനത്തിലേക്ക് എല്ലാ രാജ്യങ്ങളിലും ഉരുത്തിരിയുന്ന ഇത് വരുന്നു. ഇതൊരു വളരെ ബുദ്ധിപരമായ നീക്കമാണ്. മനസ്സിലാവാത്ത നീക്കമാണ്, അതിശയിപ്പിക്കുന്ന നീക്കമാണെന്നാണ് നെതന്യാഹു ഉൾപ്പെടെ പറഞ്ഞത്. ഹാർഡ് ഹിറ്റ് ഓപ്പറേഷൻ, അത് ഇസ്രായേലിനെ അടിക്കുക എന്തായാലും പിരിച്ചാക്കുക, അതിൻ്റെ കോംപ്രമൈസ് ഒന്നുമില്ല. നമ്മുടെ ഹാർഡ് ഹിറ്റ് ഓപ്പറേഷൻ അല്ല. എല്ലായിടവും സമാധാനം, എല്ലായിടവും സന്തോഷം, ലോക സമസ്ത സുഖിനോ ഭവന്തു. പാകിസ്ഥാനി സുഖമാണല്ലോ, പശ്ചിമ ബംഗാളി സുഖമായോ, ബംഗ്ലാദേശ് സുഖമാണല്ലോ. നമ്മളെന്തിനേലും പോന്നോ? ആരേതൊക്കെ ചെയ്യുന്നത് അറിയത്തില്ല. എല്ലാം ഒരു അജ്ഞാത സാന്നിധ്യം പോലെ ഇങ്ങനെ അങ്ങ് പോവുക. പാകിസ്ഥാനിലിപ്പം അതിനകത്ത് മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഇല്ല, മലനിര അമ്പലത്തിൽ അടി പോലെ അടുത്ത് നിൽക്കുന്നിടത്ത് ഇങ്ങനെ അടിക്കും, അവരുടെ തടി നടന്നത്. ഇപ്പം പാകിസ്ഥാൻ്റെ അവസ്ഥ അതാണ്. അവരുണ്ടാക്കിയ ഗ്രൂപ്പ് മൊത്തം അതിനകത്ത് പട്ടാളത്തിനെയും കൊല്ലുക, അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുക. അഫ്ഗാനിസ്ഥാനിൽ പട്ടാളം ഇടിച്ചു കയറി പട്ടാളത്തെയും കൊല്ലുക, അതിനകത്തു. പിന്നെ തെഹ്രീക്കെ താലിബാൻ എന്ന് പറഞ്ഞൊരു സാധനത്തെ അതിനകത്തുണ്ടാക്കി വെച്ചു. അതിപ്പം പാകിസ്ഥാൻ അതിനെക്കാട്ടി, അതായത് മൊത്തത്തിൽ ബംഗ്ലാദേശിലെ അവസ്ഥ എന്തോ ഉരുത്തിരിച്ചു കൊണ്ടുവന്നു. ഇപ്പം ആരൊക്കെ കയറിയാൽ ബംഗ്ലാദേശ് പിടിക്കുന്നത്? നമ്മളെന്തേലും ചെയ്തു? നമ്മൾ മറുപടി പോലും പറയുന്നില്ല. നമ്മളൊന്നും അറിയുന്നില്ല. പക്ഷേ ഇതാണ് ലോകത്ത് സംഭവിക്കുന്നത്. അത്ഭുതത്തോടു കൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയ അതിശയത്തോടു കൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. നെതന്യാഹു ഇന്ത്യയെ കണ്ട് പഠിക്കാൻ മൊസാദ് അത് ശരിവെച്ച് പോകുന്ന ഒരവസ്ഥ. ഇതേ രീതിയിലേക്കാണ് ഇന്ത്യയിലെ ഇന്നത്തെ ഓപ്പറേഷൻസ് എല്ലാം നടക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.